അബുദാബി വിസിറ്റ് ചെയ്യാമെന്ന സമയത്ത് അടുത്ത കാലത്ത് ഇവിടെ പണി കഴിപ്പിച്ച ഒരു അമ്പലം ഉണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ കൊണ്ടൊന്നും കയറാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് ഇവിടെ. അങ്ങനെ വന്നപ്പോഴേക്കും ഇവിടെ അമ്പലത്തിന് ഒരുപാട് ജനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് കൂടുതലും ഇന്ത്യക്കാരാണ്. അപ്പൊ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി അമ്പലത്തിന്റെ ഒരു പ്രധാന കെട്ടിടത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു വരുന്നത് മതേതരത്വം ഇല്ലാത്ത രൂപത്തിൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാലകാലങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മുസ്ലിം രാഷ്ട്രമായി ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 31 ഏക്കർ സ്ഥലം കൊടുത്തിട്ട് അമ്പലം പണിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും അതിന് ആവശ്യമായ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളൊക്കെ സെക്യൂരിറ്റി ഉണ്ടല്ലേ? മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പോലീസുകാർ ഉൾപ്പെടെ അവരെ വാഹനം ഇടാൻ കൊണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യവും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് സെക്യൂരിറ്റി ഇത്രയും കൊടുക്കുന്നു. വെറും ഹൈന്ദവീയത തലയിൽ പിടിച്ച ചില കക്ഷികൾ സംസാരിക്കുന്നതെല്ലാം മുസ്ലിം പ്രദേശങ്ങളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉന്നത്യവും തരുന്നില്ല. അവർ ഞങ്ങളെ നല്ലതായിട്ട് കാണുന്നില്ല. തിരിച്ച് ഞങ്ങളുടെ ഹിന്ദു രാജ്യത്തായതുകൊണ്ട് അവർക്കിവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ളത് ഇന്ത്യയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം പള്ളികളെന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു അമ്പലം ഇന്ത്യയിൽ കണ്ടു കാണത്തില്ല ഒരിക്കലും. ഇത്രയും വൃത്തിക്ക് മനോഹരമായത്, ഇത്രയും സെക്യൂരിറ്റി ഉള്ളതും ഇത്രയും ഭൂപ്രദേശമുള്ളതും ഒരു അമ്പലം അവർ ഒരുപക്ഷെ ഇന്ത്യയിൽ കണ്ടു കാണത്തില്ല. എല്ലാ ജാതി മതസ്ഥരും വരുന്നു പോകുന്നു. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. അപ്പം അത് തിരിച്ചുള്ള ആ സംസാര രീതിയും മറ്റേ അവരുടെ ആ മനോഭാവവും ഒന്ന് മാറി ഒരു മതേതരത്തെ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഇത് കണ്ടപ്പോൾ തോന്നുന്നു. നമുക്കിതിനോട് മറ്റ് അലോഹ്യമൊന്നും അല്ല പറയുന്നത്. മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം ജനത അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം അവരോട് കാണിക്കുന്ന സഹിഷ്ണുത തിരിച്ചിങ്ങോട്ട് അവരുടെ ഭാഷയിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഇത്തരണത്തിൽ പറയുന്നത്. ആധുനിക ലോകത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുസ്ലിങ്ങൾ എന്നുള്ള മതസഹിഷ്ണുതയ്ക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും അവർ കാണിക്കുന്ന ആ സഹിഷ്ണുത ഒരിക്കലും മറ്റൊരു തിരിച്ച് അത്രയും കാണിക്കണ്ട. പക്ഷെ അതിന് എതിര് പറയാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. അതുപോലും അല്ലാതെയാണ് നമ്മൾ പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ മെസ്സേജുകളിലും അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ കാണുന്നത്. അവരൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. അവർ കാണണം. സഹോദരങ്ങളെ പോലെ ജീവിക്കാനുള്ള അവസ്ഥ ഇവിടെ ആയാലും അവിടെ ആയാലും ഉണ്ടാകണം. ഈ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ഇതൊക്കെയാണ് രാജ്യസ്നേഹം അല്ലേ? എല്ലാരെയും ഒന്നിച്ച് ഉൾക്കൊള്ളാനും കാണാനും പറ്റുന്നതാണ് രാജ്യസ്നേഹം. തീർച്ചയായിട്ടും. അല്ലാതെ തമ്മിലടിപ്പിക്കുന്നതും ജോലിയും കൂലിയില്ലാതെ ആക്കുന്നതും അല്ല രാജ്യസ്നേഹം.